അൻവർ വെല്ലുവിളിയല്ല, അൻവർ മത്സരിച്ചാൽ വെല്ലുവിളിയല്ല എന്നാണ് പറയുന്നത്. വെല്ലുവിളിയുടെ പ്രശ്നത്തോട് ഉദിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സഹകരിച്ചാൽ എന്ത് വന്നാലും നിലമ്പൂരിൽ UDF ജയിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നത്. UDF ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും. നിർബന്ധമായും UDF കൂടെ നിൽക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കോൺഗ്രസ് ഞാൻ പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. അതിൽ അൻവർ ഉൾപ്പെടെ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കട്ടെ. ഒരു ഘട്ടം ഞാൻ പറയാം, UDFിനോടൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDF ചെയർമാനെതിരായിട്ടുള്ള പരാമർശം നിർത്തണം. ഇത് VD സതീശൻ എന്ന വ്യക്തിയല്ല, അത് UDF ചെയർമാനാണ്. ആ ചെയർമാനായിട്ടുള്ള UDFുമായിട്ടാണ് സഹകരിക്കേണ്ടതെങ്കിൽ ആ ചെയർമാനെതിരെ വിമർശനം ഉന്നയിച്ചാൽ പിന്നെ എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? അതാണ് പറഞ്ഞത്. അൻവറിൻ്റെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആർക്കും രാഷ്ട്രീയ പക്വത ഞാൻ ഉപദേശിക്കുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്താൽ ശക്തമായിട്ടുള്ള ഈ നിലമ്പൂർ പോരാട്ടത്തിൽ അൻവർ കൂടെ ഒരുമിച്ച് നിന്നാൽ 35,000 വോട്ട് മിനിമം UDFിന് ഭൂരിപക്ഷം കിട്ടും. അല്ലെങ്കിൽ അല്പം കുറഞ്ഞാൽ എന്തായാലും UDF ജയിച്ചിരിക്കും.